ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ കാവ്യ മിസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാടാ? കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മളിപ്പോൾ 7th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പേര് പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കെമിസ്ട്രി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ തന്നെ, ഈ ഭൂമിയിൽ തന്നെ ഒഴിച്ചുകൂടാത്ത ഒരു സബ്ജക്റ്റാണ് ഈ കെമിസ്ട്രി. നിങ്ങൾ ചുറ്റും കാണുന്ന എന്ത് വസ്തുക്കളും കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതായത് എന്ത് വസ്തുക്കളും നിങ്ങൾ കാണുന്നതെല്ലാം ആറ്റംസ് ആണ്, അല്ലേ? ഒരു മാറ്റർ ഉണ്ടാവുന്ന ആറ്റമിൽ നിന്നാണ്. അപ്പോൾ എല്ലായിടത്തും ഈ ഭൂമിയിൽ കാണുന്ന എന്ത് സാധനവും കെമിസ്ട്രിയിൽ നിന്നാണ് ഉദ്ഭവിച്ചേക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡിലും, എല്ലാ സെക്ടേഴ്സിലും, ഹെൽത്ത് ആകട്ടെ, അഗ്രികൾച്ചർ ആകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, പബ്ലിക് ആവട്ടെ, എല്ലാ ടെക്നോളജിക്കൽ ആവട്ടെ, എല്ലായിടത്തും നമ്മുടെ കെമിസ്ട്രി ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ്, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിന് ആധാരം എന്ന് പറയുന്നത് വസ്ത്രം, വെള്ളം, പാർപ്പിടമാണ്. അതിനകത്ത് പിന്നെ ആഹാരവുമാണ്. വസ്ത്രം, വെള്ളം, പാർപ്പിടം, ആഹാരം. ഇതിനകത്ത് ആഹാരം ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്നെങ്കിലും ഇത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് ഫുഡ്. നമ്മളൊരു കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് ശമ്പളം വാങ്ങിച്ച് ആ ശമ്പളത്തിൻ്റെ നിങ്ങളുടെ 72% നിങ്ങളുടെ കാശ് പോകുന്നത് ഫുഡിന് വേണ്ടിയാണ്, നിങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ഇൻകത്തിൻ്റെ 72%, അതായത് നിയർ ടു 3/4, അയാളുടെ 3/4% പോകുന്നത് ഫുഡിന് വേണ്ടിയാണ്. അതായത് ഈ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓഫ് കോഴ്സ് നിങ്ങൾ കാണുന്ന ബിങ്കോയും ലേസും അല്ല ഞാൻ ഫുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം. നമ്മൾ കേരളക്കാരായതുകൊണ്ട്, നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ചോറാണ് പ്രധാനം. നോർത്ത് ഇന്ത്യയിലൊക്കെ, വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രധാനം വരുന്നത് ചപ്പാത്തി കാര്യങ്ങൾ. എനിവേ, എന്ത് ധാന്യങ്ങളാണെങ്കിലും അങ്ങനത്തെ ഫുഡ്, ആ ഫുഡാണ് ഇമ്പോർട്ടൻറ്റ്. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? കൃഷിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞു കെമിക്കൽസിന് ഏറ്റവും കൂടുതൽ ആവശ്യമല്ല അഗ്രികൾച്ചർ സെക്ടേഴ്സിലാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ എവിടെയാണ് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ? ഫെർട്ടിലൈസേഴ്സിലാണ്. ഫെർട്ടിലൈസേഴ്സിൽ നമ്മുടെ പ്ലാന്റ്സിനെ കണ്ടു. അതിൽ പ്ലാന്റ്സിനും നമ്മളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഘടകങ്ങൾ പ്ലാന്റ്സിനും ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് നമുക്ക് അമോണിയ, നൈട്രജൻ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അമോണിയ കണ്ടു. ആൻഡ് അമോണിയയുടെ കഴിഞ്ഞ സെഷൻസിൽ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി ഈ ചാപ്റ്ററിൻ്റെ. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്, ലബോറട്ടറി വൈസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വൈസും. ആ ഇൻഡസ്ട്രിയൽ വൈസിൽ നമ്മൾ കണ്ട ഒരു പ്രോസസ്സ്, അമോണിയ പ്രിപ്പറേഷൻ്റെ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച ഓമന പേരാണ് മക്കളെ, എന്തായിരുന്നു? ഹേബർ പ്രോസസ്സ്. അങ്ങനെ ഹേബർ പ്രോസസ്സും നമ്മൾ കണ്ടായിരുന്നു. അവസാനം ഫൈനൽ നമ്മൾ അതിൻ്റെ യൂസസും കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമോണിയക്ക് ഇത്ര വെയിറ്റ് എന്ന് കണ്ടു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ രസകരമായ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. 2 or 3 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് യൂസസ് കഴിഞ്ഞ് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കണ്ടിട്ട് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. കാരണം അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നമ്മളുടെ കെമിസ്ട്രി കുറച്ച് ത്രില്ലിംഗ് ആവണമെങ്കിൽ എപ്പോഴും ഒരു സസ്പെൻസ് വേണം, അല്ലേ? എല്ലാവർക്കും സസ്പെൻസ് ഉണ്ടെങ്കിലാണ്. ഇന്നത്തെ സിനിമകളൊക്കെ ട്വിസ്റ്റ് എല്ലായിടത്തും ഒരു സസ്പെൻസ് കൊണ്ടുവരണമാണ് ഇന്നത്തെ സിനിമകൾ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലും ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. ഞാൻ ലാസ്റ്റ് അത് എന്തിലേക്കാണ് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊണ്ടെത്തിക്കണേ എന്ന് പറയാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മളുടെ എക്സ്പെരിമെൻറ്റ്സിലേക്ക് പോകാം. അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഇതാണ്. ഒന്നുമില്ല മക്കളെ, ഒരു ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുത്തു. ഇത് ടെസ്റ്റ് ട്യൂബ് ആട്ടോ. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ കുറച്ച് അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുവാണ്. ആ ടെസ്റ്റ് ട്യൂബിൽ ഞാൻ അമോണിയം ക്ലോറൈഡ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെളുത്ത പൊടിയുണ്ട്. ഞാനിപ്പോൾ മഞ്ഞ കളറിലാണ് കാണിച്ചേക്കണേ, എന്നാലും അതിൻ്റെ കളർ ശരിക്കും വെളുത്തിട്ടാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH ആണ്. കുറച്ച് NaOHൻ്റെ ആ പൊടി തരികൾ ഞാൻ ആ NH4Cl ഉള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ NH4ഉം ഞാൻ ഇട്ടേക്കുന്ന ഈ NaOHഉം സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും. അവർ തമ്മിലൊരു റിയാക്ഷൻ അവിടെ നടക്കും. അതാണ് ഈ കാണിച്ചേക്കണേ. ഈ NH4 അമോണിയം ക്ലോറൈഡ് എന്നാണ് ഇവരെ പറയുന്നത്. എന്താണ്? അമോണിയം ക്ലോറൈഡ്.
എൻ്റെ യു ഒക്കെ എ ആയി പോകും മക്കളെ. അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ആണ് NH4Cl. ആൻഡ് NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മ്യൂട്ടായിട്ട് ബോർഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കരുത്. അതുപോലെ ഓടിച്ച് പോസ് ചെയ്ത് നോക്കാൻ നിൽക്കരുത്. ഞാൻ പറയണതും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഇത് അവസാനം നിങ്ങൾ ഈ ബോർഡ് എടുത്ത് നോക്കുമ്പോൾ ഈ സദ്യയിൽ സാമ്പാർ വിളമ്പിരിക്കില്ല, ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കണ പോലെ ഉണ്ടാവും. ഞാൻ മഞ്ഞ ചുവപ്പ് ഒക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ എഴുതിയിടും. അത് എൻ്റെ കുഴപ്പം ആണോ അതോ കെമിസ്ട്രി പരമായിട്ടുള്ള എല്ലാവരും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ സൈഡിലേക്ക് എഴുതും. അതുകൊണ്ട് നമ്മുടെ കൂടെ വന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിരുത്തി കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ NH4Cl എന്താണെന്ന് ഞാൻ പറഞ്ഞത് അമോണിയം ക്ലോറൈഡ്. അതുപോലെ തന്നെ NaOH എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അങ്ങനെ അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഞാനിങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ ചേർത്തപ്പോൾ അവർ തമ്മിൽ അങ്ങനെ റിയാക്റ്റ് ആവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്ക് കിട്ടിയ ആൾക്കാരാണ് ഈ പറയുന്ന NaCl, NH3, അതുപോലെ തന്നെ H2O. H2O ആരാന്ന് ഒരു കെമിസ്ട്രിക്കാരനോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അവൻ പറയും H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. ഇനി NH3 എന്താ? അതാണ് നമ്മളുടെ മെയിൻ ആള്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആള്. ഇവനാണ് നമുക്ക് ഇവിടുത്തെ താരം. ഇതിലെ നായകൻ ഇവനാണ്. ഈ കഥയിലെ നായകൻ ഇവനാണ് നമ്മുടെ അമോണിയ. എന്താണ്? അമോണിയ. അടുത്തതാണ് നമ്മളുടെ NaCl സോഡിയം ക്ലോറൈഡ്. നമ്മുടെ ഉപ്പില്ലേ, അതാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ക്ലബ് ചെയ്തപ്പോൾ, അതായത് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaCl അതുപോലെ NH3 വാട്ടറുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൽ നമ്മുടെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ അമോണിയാണ്. കാരണം അമോണിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ അമോണിയാണ് ഇതിലെ നായകൻ. NH3 ആണ് വരുന്നത്. ഈ NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 നമുക്ക് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് +2 നിങ്ങൾ സയൻസ് എടുക്കണമെങ്കിൽ ഈ സെയിം റിയാക്ഷൻ നിങ്ങൾക്ക് ചെയ്ത് കാണാനുണ്ട് ലാബിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് NH3 കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക്, അതായത് ഈ പറയുന്ന ഒരു ലൈറ്റായിട്ടൊരു ഗ്യാസ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന പോലെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നമ്മളുടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിങ്ങനെ കുറച്ച് വെള്ള പോലത്തെ ഒരു സംഭവം പറ്റിപ്പിടിച്ചിങ്ങനെ വെള്ളപ്പാടുകൾ പോലെ കാണാം. അത് വേറെ ആരുമല്ല, അതാണ് നമ്മുടെ അമോണിയ. അത് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്. ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേനയൊക്കെ പോലെ, അതായത് ഈ പേന ആലോചിക്കുക. ട്രാൻസ്പെറൻറ്റ് പേനയില്ലേ, നമ്മുടെ റീഫിലെടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്ന അതുപോലെ ഇരിക്കും കാണാൻ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ കുഴൽ, അത് ഗ്ലാസിൻ്റെയാണ്. നമ്മൾ കെമിക്കൽ ലബോറട്ടറീസിലൊക്കെ എന്തെങ്കിലും കാര്യം സ്റ്റിർ ചെയ്യാൻ നമ്മുടെ സ്പൂണ് പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് റോഡ്, സാധാരണ ഒരു അയൺ റോഡോ ഒരു റോഡ് ഉദ്ദേശിക്കുക, ഒരു റോളർ ഉദ്ദേശിക്കുക, അത് ഗ്ലാസും കൊണ്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മുടെ ഗ്ലാസ് റോഡ്. ആ ഗ്ലാസ് റോഡിൽ ഞാൻ കോൺസെൻട്രേറ്റഡ് HCl, എന്താണ് കോൺസെൻട്രേറ്റഡ് HCl നമ്മൾ ഇങ്ങനെ എഴുതണം. അതുകൊണ്ടാണ്, അല്ലാണ്ട് മിസ്സിന് മടി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. CO എന്ന് എഴുതുക, ഒരു ഡോട്ട് എഴുതുക, HCl വിച്ച് മീൻസ് കോൺസെൻട്രേറ്റഡ് HCl. DIL എന്ന് എഴുതുക, ഡോട്ട് ഇടുക, HCl എഴുതുക, ഡൈല്യൂട്ടഡ് HCl. ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HCl ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് റോഡ് എടുത്ത് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ കൊണ്ട് കാണിക്കുകയാണ്. ഇതാണ് എൻ്റെ ഗ്ലാസ് റോഡ്. ഇത് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ കാണിക്കുകയാണ്. ഇവിടെ പറ്റിപ്പിടിച്ച് ആര് ഇരിക്കുന്നുണ്ട്? എൻ്റെ അമോണിയ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഗ്ലാസ് റോഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണിച്ചു. മുക്കിയൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആ മൗത്തിൻ്റെ ഇവിടം വരെ ഒന്ന് കാണിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് ഈ പറയുന്ന ഗ്ലാസ് റോഡിൻ്റെ അവിടെ നിന്ന് കുറേ ഒരു തരം വൈറ്റ് കളർ ഫ്യൂംസ് ഉള്ള കുറച്ച് ഡെൻസ് ആയിട്ടുള്ള വൈറ്റ് കളർ ഒരു തരം ഗ്യാസ് വരാൻ തുടങ്ങി, എമിറ്റ് ആവാൻ തുടങ്ങി. ഈ ഗ്ലാസ് റോഡിൽ നിന്ന് ഒരു വൈറ്റ് കളർ ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതാണ് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ. അപ്പോൾ ഈ ഗ്യാസ് എന്ത് ഗ്യാസാണ് പുറത്തേക്ക് വന്നത്? അതായത് ഞാനിവിടെ ആരുണ്ടെന്ന് പറഞ്ഞു, ഫസ്റ്റ് ഈ NH4ഉം NaOHും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് NaCl, NH3, H2O കിട്ടി. അതുപോലെ ഈ വെളുത്ത പാട് പോലെ പറ്റിപ്പിടിച്ചേക്കണ, നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ പറ്റിപ്പിടിച്ചേക്കുന്ന ആളാണ് നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. ആരാണ്? അമോണിയ.
സോ നമ്മൾ ഈ പറയുന്ന ഗ്ലാസ് റോഡിൽ ആരുണ്ട്? നമ്മുടെ കോൺസെൻട്രേറ്റഡ് HCl ഉണ്ട്. മൂപ്പരിൽ ഡ്രിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കൊണ്ടുവച്ചത്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് HClഉം ഈ പറയുന്ന ഇവിടെ പറ്റിപ്പിടിച്ച അമോണിയയും കൂടെ റിയാക്റ്റ് ആവുകയാണ് അവിടെ. അങ്ങനെ അവിടെ അവർ തമ്മിൽ റിയാക്ട് ചെയ്തതിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് HClഉം അതുപോലെ തന്നെ അമോണിയയും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ പിന്നെയും അവിടെ നിന്ന് NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ആദ്യം നല്ല കളി അല്ലേ? ആദ്യം നമുക്ക് എന്തെന്നാ NH4Clഉം അതുപോലെ NaOHും കൂടെ ചേർത്ത് അമോണിയ കിട്ടി. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ അമോണിയനെ വീണ്ടും ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ തൊട്ട് മുമ്പത്തെ സാധനം NH4Cl തന്നെ കിട്ടുകയും ചെയ്തു. കൊള്ളാം, ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയണ പോലെ. അങ്ങനെ നമുക്ക് അമോണിയം ക്ലോറൈഡ് കിട്ടി. ആ അമോണിയം ക്ലോറൈഡാണ്, അത് ഗ്യാസ് ഫോമിലാണ് വന്നത് ഇവിടെ നിന്ന്. അതായത് ഈ പറയുന്ന നമ്മുടെ ഗ്ലാസ് റോഡിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള ആ ഡെൻസ് കളർ ഫ്യൂംസ് എന്ന് പറയും. അതായത് ആ വൈറ്റ് കളർ പുകകളെ നമ്മൾ ഫ്യൂംസ് എന്നാണ് പറയണത്. വൈറ്റ് ഫ്യൂംസ് കുറച്ചുകൂടെ കാണാൻ പറ്റും, വിസിബിൾ ആയിരിക്കും. കുറച്ച് കട്ടിയുള്ള ഒരു ഫോഗ് പോലെ ഇങ്ങനെ പുക പോലെ വരും. ആ പുകേനെയാണ് നമ്മൾ ഫ്യൂംസ് എന്ന് പറയുന്നത്. ആ വൈറ്റ് ഫ്യൂംസ് ആരാണ്? നമ്മുടെ അമോണിയം ക്ലോറൈഡ് ആണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് അതിൽ കാണിച്ചേക്കുന്നത്. ഇനി വേറൊരു ഭാഗത്തേക്ക് പോവാം. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പറയാം, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്കങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ കലയാണ്, ആരും പറയല്ല, അപ്രിഷ്യേറ്റ് ചെയ്യണം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇത് കണ്ട് പേടിക്കേണ്ട ആരും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സംഭവം ഉത്തരവുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ആ ടെസ്റ്റ് ട്യൂബിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെയാണ് ടെസ്റ്റ് ട്യൂബ് ഇരിക്കുന്നത് അല്ലേ? അതായത് ഒരു മൗത്ത്, ഒരു ഓപ്പണിങ്ങേ കാണുള്ളൂ, താഴെ ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ രണ്ട് സൈഡും ഓപ്പൺഡ് ആയിരിക്കും. ഇങ്ങനെ, അതായത് രണ്ട് സൈഡും ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റും, ഓപ്പൺഡ് ആയിരിക്കും. അങ്ങനെയായിരിക്കും ഈ ടെസ്റ്റ് ട്യൂബ് ഇരിക്കുന്നത്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് 2 കോട്ടൺ എടുക്കും, കോട്ടൺ പാഡ്സ്, അതായത് പഞ്ഞി എടുക്കും. ഒരു പഞ്ഞി ഞാൻ കോൺസെൻട്രേറ്റഡ് HCl ഡിപ്പ് ചെയ്ത് വെക്കും. ഒരു പഞ്ഞി ഞാൻ ഒരു കോൺസെൻട്രേറ്റഡ് HCl നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് ഡിപ്പ് ചെയ്ത് മുക്കിയ ഒരു പഞ്ഞി എടുത്ത് ആദ്യത്തെ എൻഡിൽ തിരികെ വെക്കും. രണ്ടാമത്തെ എൻഡിൽ ഞാൻ കോട്ടണിൽ ഡിപ്പ് ചെയ്ത അമോണിയം സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള പഞ്ഞി എടുത്ത് ഞാൻ രണ്ടാമത്തെ എൻഡിൽ വെക്കും. ഒരു ടെസ്റ്റ് ട്യൂബ്, അതിൻ്റെ അറ്റം, താഴ്ഭാഗം, ഈ ഭാഗം അങ്ങ് പൊട്ടിച്ച് കളയുക. അപ്പം അതിന് 2 ഓപ്പണിങ് കിട്ടും. ആദ്യത്തെ ഓപ്പണിങ്ങിൽ അപ്പം അതിനിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോൾ അതിന് 2 എൻഡ് കാണാൻ പറ്റും. ആദ്യത്തെ എൻഡിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പഞ്ഞി എന്തിൽ മുക്കി വെച്ചു? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കി ഒരു പഞ്ഞി വെച്ചു. അടുത്ത എൻഡിൽ ഞാൻ കൊണ്ടുപോയിട്ട് അമോണിയം സൊല്യൂഷനിൽ മുക്കിയിരിക്കുന്ന മറ്റൊരു പഞ്ഞി കൊണ്ട് വെച്ചു. അങ്ങനെ 2 എൻഡിൽ ഞാനിങ്ങനെ തിരികെ വെച്ചേക്കാം കോട്ടൺ പാഡ്. പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിൽ കുഞ്ഞു അതായത് കോട്ടൺ കൊണ്ട് ഒരു ഗ്യാസോ ഒരു ലിക്വിഡോ ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് കോട്ടൺ തിരിക്കി വെച്ച് ആ കുപ്പി അമർത്തി എന്തുണ്ടാവും? വെള്ളം താഴത്തേക്ക് പോകും. അപ്പോൾ പിന്നെയാണോ ഗ്യാസിൻ്റെ കാര്യം? ഗ്യാസ് അവിടെ സ്റ്റോപ്പ് ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഈ 2 സൈഡും, നിങ്ങൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്നില്ലേ, അതൊരു കോർക്കാണ്. അതായത് ഒന്നുമല്ല, ഒരു മരത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം, നമ്മൾ ഈ വൈൻ ബോട്ടിലിൻ്റെയൊക്കെ മേലെ കാണില്ലേ, ആ കോർക്ക് വെച്ച് ഇത് 2 എൻഡും ഞാൻ ക്ലോസ് ചെയ്തു, അതായത് സെക്യൂർ ചെയ്തു. എങ്ങോട്ടും അതിനുള്ളിൽ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുവാണെങ്കിൽ പോവാതിരിക്കാൻ വേണ്ടി, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ 2ഉം കൂടെ വെച്ചു. അപ്പം എന്താണ് ഇവിടെ നമ്മളുടെ ഒരു എൻഡിൽ, ഈ എൻഡിനെ നമുക്ക് A എന്ന് വിളിക്കാം, ഈ എൻഡിനെ ഞാൻ B എന്ന് വിളിക്കുന്നു. അപ്പം A എൻഡിൽ നിൽക്കുന്ന ആരാ? കോൺസെൻട്രേറ്റഡ് HCl മുക്കിയിട്ടുള്ള പഞ്ഞിയാണ്. B എൻഡിൽ ആരാ? അമോണിയം സൊല്യൂഷനിൽ മുക്കിയിട്ടുള്ള പഞ്ഞിയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അമോണിയം സൊല്യൂഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വൈറ്റ് ഫ്യൂംസ് പോകുന്നത് കാണാൻ പറ്റി. അതാണ് വളരെ ഡെൻസ് ആയിട്ടൊരു പുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു വൈറ്റ് ഫ്യൂംസും കൊണ്ട് ഈ ടെസ്റ്റ് ട്യൂബ് നിറഞ്ഞു. എന്താണ് അവിടെ നടക്കുന്നത്? അതായത് അത് വേറെ ഒന്നുമല്ല, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആരോ ഉള്ളത് മക്കളെ? അമോണിയാണ്, അതായത് NH3 ആണ്. അതേപോലെ ഇവിടെ ആരാ നിൽക്കുന്നത്? HCl ആണ്. നമ്മുടെ അമോണിയയും HClഉം കൂടെ അവിടെ റിയാക്റ്റ് ആയിട്ട്
ആരെ കിട്ടും? NH4Cl, അമോണിയം ക്ലോറൈഡ് കിട്ടും. അപ്പൊ ഈ കാണുന്ന വൈറ്റ് ഫ്യൂംസ് എന്താണ്? ആ പറയുന്ന അമോണിയം ക്ലോറൈഡ് ആണ് ഈ പറയുന്ന വൈറ്റ് ഫ്യൂംസ്. ആ വൈറ്റ് പുക പോലെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിറഞ്ഞത് നമ്മുടെ അമോണിയം ക്ലോറൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബ് ഞാൻ സ്വല്പം ഹീറ്റ് ചെയ്യാണ്. നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് ഞാൻ പറഞ്ഞു ട്രയാങ്കിൾ വരച്ച അതിൻ്റെ അർത്ഥം ഹീറ്റ് എന്നാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് തീ ഇതിനകത്ത് വരച്ച് തരിക? ആണെങ്കിൽ ഞാൻ തീ ഇങ്ങനെ എഴുതി വെക്കാം. കൊള്ളാം അല്ലേ? എൻ്റെ ബുദ്ധി വിമാനമാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് തീ കൊടുക്കുക. അതായത് ഞാനിവിടെ ഈ ടെസ്റ്റ് ട്യൂബ് അല്പം ഹീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നെക്സ്റ്റ് നമ്മുടെ ഒബ്സർവേഷൻ. അപ്പം ഞാൻ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബ് ഒന്ന് ഹീറ്റ് ചെയ്യുക. അപ്പം എനിക്ക് ഈ കിട്ടിയ അമോണിയം ക്ലോറൈഡ് ഇല്ലേ, ഈ കിട്ടിയിരിക്കുന്ന അമോണിയം ക്ലോറൈഡിന് ഹീറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? അവ പിന്നെയും NH3യും HClമായിട്ട് മാറും. അതായത് പിന്നെയും മാറും. ഞാൻ പറഞ്ഞില്ല, ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയണ പോലെയാ. ആദ്യം നമ്മൾ HClഉം അമോണിയം വെച്ചിട്ട് NH4Cl അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കി. എന്നിട്ട് ആ അമോണിയം ക്ലോറൈഡിനെ പിന്നെ ഹീറ്റ് ചെയ്ത് പിന്നെയും നമുക്ക് NH3യും HClഉം കിട്ടി. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം റിയാക്റ്റൻസിൽ നിന്ന് പ്രൊഡക്ട്സ് കിട്ടി. എന്നിട്ട് ആ പ്രൊഡക്ട്സിനെ പിന്നെയും നമ്മളൊന്ന് ഹീറ്റ് ചെയ്തപ്പോൾ പിന്നെയും നമുക്ക് റിയാക്റ്റൻസ് കിട്ടി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ റിയാക്ഷൻ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. അതായത് ഈ രണ്ട് റിയാക്ഷനും കൂടെ, അതായത് ഇത് രണ്ടും സെയിം ആണ്. ആദ്യത്തെ ഈ ഭാഗത്ത് റിയാക്റ്റൻ ഈ ഭാഗത്ത് NH3യും HClഉം റിയാക്റ്റൻസ് ആയിരുന്നെങ്കിൽ സെക്കൻഡില്, അതായത് രണ്ടാമത്തെ ഭാഗത്ത് അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ അവര് തന്നെയാണ് പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് വന്നത്. ഇതാണ് ഈ രണ്ട് റിയാക്ഷൻ തമ്മിലുള്ള ആകെ വ്യത്യാസം. സോ എനിക്ക് ഇതിനെ രണ്ടിനെയും ക്ലബ് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ NH3 plus HCl gives NH4Cl. ആൻഡ് ഈ കാണിച്ചേക്കുന്നത്, അതായത് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ റിയാക്ഷനകത്ത് ഞാൻ ഈ കാണിച്ചേക്കുന്ന ആരോ കണ്ടോ നിങ്ങൾ? ഈ ആരോ ഇത് നോക്കടാ. എങ്ങനെയാണ് ഞാൻ എഴുതിയേ? ഇങ്ങനെയാണ് എഴുതിയത്. അതായത് ഒരു ആരോയിനെ ഞാൻ അതായത് ആരോസ് എഴുതുന്ന ഇങ്ങനെയാണല്ലോ. ഈ ആരോയിനെ ഞാനിങ്ങനെ വെർട്ടിക്കലായിട്ട് ഞാൻ മുറിച്ചു. അപ്പം എനിക്ക് രണ്ട് ആരോയുടെ ഹാഫ് ഉണ്ടായി. ഒരു ആരോയുടെ ഹാഫ് പോയിന്റിങ് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ മറ്റേ ഹാഫ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിന്റ് ചെയ്യും. ഇങ്ങനെ എഴുതുന്ന റിയാക്ഷൻസ് ഇങ്ങനെ നമുക്ക്, അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NH3യും HClഉം നിന്നും NH3യും HClഉം കൂടെ റിയാക്ട് ചെയ്ത് NH4Cl ഉണ്ടാകും. ആൻഡ് തിരിച്ചും NH4Cl നമുക്ക് റിയാക്ട് ചെയ്ത അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചും NH3HCl ആയിട്ട് മാറും. അതായത് നമുക്ക് അറ്റ് എ ടൈം റിയാക്റ്റൻസിൽ നിന്നും പ്രൊഡക്റ്റ് ഉണ്ടായ ആ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതെന്ത് റിയാക്റ്റൻസ് കൊണ്ടാണോ ആ പ്രൊഡക്റ്റ് ഫോം ആയത് അത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അങ്ങനെ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന റിയാക്ഷൻസിനെ വിളിച്ച പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്? അതായത് നമുക്ക് അറിയാം എന്താണ് ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്നതിനെയാണ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ സെർട്ടൈൻ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എപ്പോഴും റിവേഴ്സിബിൾ ആണ്. റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നവയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുക. എക്സാമ്പിൾ, വെള്ളം ഞാൻ തണുപ്പിച്ചു, ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ്. എന്താകും? അത് ഐസായി മാറും. അതേ വെള്ളം ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചു, അതായത് ആ ഐസ് കട്ടേനെടുത്ത് പുറത്ത് വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ അതെന്താവും? തിരിച്ച് വെള്ളമായിട്ട് മാറും. അതാണ് നമ്മളുടെ അതായത് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് വലിയ പണിയില്ല. അതായത് വെള്ളം കൊണ്ട് വെച്ചു, അവിടെ വേറൊരു റിയാക്ഷനൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. ഇതേ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, അത് ഐസായി, ഐസിനെടുത്ത് പുറത്ത് വെച്ചു, അപ്പോൾ എനിക്ക് വെള്ളം കിട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ റിയാക്റ്റൻറ്റ് ലോസ് ആവുന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പിലെ റിയാക്റ്റൻറ്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായി. ആ പ്രോഡക്റ്റിൽ നിന്ന് തന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റി. അതായത് ഇതിനെ എനിക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റി.
റിവേഴ്സ് ഗിയർ ഇടുക എന്ന് പറയില്ലേ, മുമ്പിലേക്ക് പോയ വണ്ടീനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അതിനെയാണ് അങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ നിന്നും അതിൻ്റെ റിയാക്റ്റൻറ്റിനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വെച്ച പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ആൻഡ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോ എന്ന് പറയുന്നത് ഇങ്ങനൊരു രണ്ട് ഹാഫ് ആരോ, ഇതുപോലത്തെ സിമ്പിളാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറയുന്ന NH3യും HClഉം എപ്പോഴും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അമോണിയം ക്ലോറൈഡ് NH3യും HClഉം കൂടി NH4Cl ഉണ്ടാവുന്ന ഈ പ്രൊസീജിയർ റിവേഴ്സിബിൾ ആണ്. അതായത് നമുക്ക് തിരിച്ച് ആ കിട്ടിയ പ്രോഡക്റ്റ് അമോണിയം ക്ലോറൈഡിൽ നിന്നും നമുക്ക് തിരിച്ച് വീണ്ടും അമോണിയയും അതുപോലെ തന്നെ HClഉം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ റിയാക്ഷനെ വിളിച്ച പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതിയിട്ടിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3 എണ്ണം. ഞാനിവിടെ 3 റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതി ഇട്ടേക്കുവാണ്. അപ്പോൾ ഈ 3 റിയാക്ഷൻസിൻ്റെയും റിവേഴ്സിബിൾ റിയാക്ഷൻ്റെയും നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഫോർവേഡ് റിയാക്ഷനും അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷനും. ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഒന്നുമല്ല, വേറെ ഒന്നുമല്ല. അതായത് ഇവിടെ നോക്കിക്കേ, ഈ നമുക്ക് ബാക്കി മായ്ച്ച് കളയാം. മായ്ച്ച് കളയണത് ഞാൻ ബോർഡിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഞാൻ മായ്ച്ച് കളയണില്ല. അത് എല്ലാവരും ലോക്ക് ചെയ്ത് വെക്കണം. നിങ്ങളുടെ തലയിൽ തന്നെ ഈ പറഞ്ഞതെല്ലാം വേണം. ഓക്കെ, ഞാനിപ്പോൾ ഈ റിയാക്ഷൻ തന്നെ എടുത്തൊന്ന് വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്താണ് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് സിമ്പിൾ ഇത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണേ. മക്കളെ, ഇതിലെ ആദ്യത്തെ ഹാഫ് ആരോ ഇല്ലേ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന ഈ ഒരു ഹാഫ് ആരോസ് എന്നാ പറയണേ. അപ്പോൾ ഇതിന് ഈ ഒരു ഹാഫ് ആരോ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോവുക, നമ്മുടെ NH3യും HClഉം റിയാക്ട് ചെയ്ത് NH4Cl ഉണ്ടാക്കി എന്നാണ് ആദ്യത്തെ ഹാഫ് ആരോ പറയുന്നത്. ഇങ്ങനെ പോകുന്ന റിയാക്ടൻസിൽ നിന്നും ഇതുപോലെ ഈ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഈ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. എന്താണ് ഫോർവേഡ്? മുന്നോട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് നിങ്ങൾ എഴുതുമ്പോൾ നോക്കിയാൽ മതി, നിങ്ങൾ എഴുതുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻസ് എഴുതുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതായിരിക്കും, ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങളുടെ റിയാക്റ്റൻറ്റ്. അതുപോലെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇനി NH4Cl നിന്നും തിരിച്ച് NH3യും HClഉം കിട്ടി. അതാണ് നിങ്ങളുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ആദ്യം കിട്ടിയ റിയാക്റ്റൻസിൽ നിന്നും തിരിച്ച് ബാക്ക് ആരോ കാണിക്കണില്ലേ, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കാണിക്കുന്ന ഈ ആരോ, അത് കാണിക്കുന്ന ബാക്ക്വേർഡ്, പുറകോട്ടുള്ള റിയാക്ഷൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്, ഒരു ഫോർവേഡ് റിയാക്ഷൻ, അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവും. ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കൂടെ ക്ലബ് ചെയ്യുന്നതാണ് നമ്മുടെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾക്ക് കണ്ടെത്താനുള്ളത് ഏതാണ് നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷനും അതുപോലെ തന്നെ ഏതാണ് നിങ്ങളുടെ ബാക്ക്വേർഡ് റിയാക്ഷനും എന്നാണ്. അതായത് ഫോർവേഡ് റിയാക്ഷൻ ജസ്റ്റ് ഈ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഞാൻ ഈ കാണിച്ചേക്കണേ. ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ മാത്രം എനിക്ക് ഇവിടെ എഴുതാം. ഫോർവേഡ് FR എന്ന് ഇട്ടേക്കണ ഈ ഭാഗത്ത് ഫോർവേഡ് റിയാക്ഷൻ്റെ ഷോർട്ടാണ് FR എന്ന് ഇട്ടേക്കണേ. ഞാൻ ചുമ്മാ എഴുതിയേക്കണതാണ്, കാരണം സമയം കളയണ്ടെന്ന് എഴുതി, അല്ലാണ്ട് മിസ്സിന് മടിയായിട്ടല്ല. സോ FR എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്ക്വേർഡ് റിയാക്ഷന് BR എന്ന് പറഞ്ഞും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ, ഈ 3 ക്വസ്റ്റ്യൻസിൽ നിന്നും ഫോർവേഡ് റിയാക്ഷൻ ഏതാണെന്ന് അതിൻ്റെ കോളത്തിൽ എഴുതാം, ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണെന്ന് അതിൻ്റെ കോളത്തിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഈ 3 റിയാക്ഷൻ്റെയും ഫോർവേഡ് റിയാക്ഷനും അങ്ങനെ ബാക്ക്വേർഡ് റിയാക്ഷനും ഞാൻ എഴുതാൻ പോവുകയാണ്.
അപ്പോൾ ആദ്യം നമുക്ക് ഫോർവേഡ് ഫസ്റ്റത്തെ നമ്മളുടെ എന്താണ് അമോണിയയുടെ പ്രിപ്പറേഷൻ NH2 3H2 കൂടിയിട്ട് അമോണിയ ഉണ്ടാവുന്ന എന്ത് പ്രോസസ്സാടാ? ഒറ്റ നോട്ടത്തിൽ പറയണം, ഹെയ്ബർ പ്രോസസ്. നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെയ്ബർ പ്രോസസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. N2 3H2 കൂടി നമുക്ക് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഞാൻ ഒരു യെല്ലോ കളറിലും കൊണ്ട് എഴുതാം. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്താ? ഇതില് ഈ ഒരു ആരോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഈ ആരോയിലുള്ള ആൾക്കാരെ മാത്രം, അതായത് ഈ ഡയറക്ഷനിൽ മാത്രം എഴുതുക. നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ മാത്രം എഴുതുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ N2 + 3H2 gives 2NH3. ഇതാണ് നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷൻ. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇതിന്റെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 2NH3 gives N2 + 3H2. ഇതാണ് 2NH3 ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് നമ്മളുടെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന ഈ ഒരു ഡയറക്ഷനിൽ മാത്രം എഴുതുന്നതാണ് നിങ്ങളുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് നോക്കാം. അതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എഴുതാം. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2SO2 + O2 gives 2SO3. ഇതാണ് നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷൻ. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തിരിച്ച് ബാക്കോട്ട്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള ഡയറക്ഷനിലുള്ളത് മാത്രം എഴുതുക. അതായത് 2SO3 gives 2SO2 + O2. അതാണ് നിങ്ങളുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ആൻഡ് ഫൈനലി നമുക്ക് ഹൈഡ്രജനും അയഡിനും തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ കൂടെ എഴുതാം. H2 + I2 gives 2HI. അതുപോലെ തന്നെ 2HI ബാക്ക്വേർഡ് റിയാക്ഷൻ വരുന്നത് 2HI തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുക. H2 + I2. ഞാൻ ഒന്ന് മാറി നിൽക്കാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനുള്ള സെയിം പ്രോബ്ലം തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. ഞാൻ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് ഫോർവേഡ് റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ നോക്കിയാൽ മതി. മുന്നോട്ടുള്ള ആരോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള മുന്നോട്ട് പോകുന്ന ആരോ, അത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ബാക്കോട്ടുള്ള ആരോ പ്രോഡക്ട്സ്, നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ നിന്നും റിയാക്ഷനിലേക്ക് പോകുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ, ബാക്കിലേക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന ഡയറക്ഷനിലുള്ളത് ബാക്ക്വേർഡ് റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഈ ആരോ, ഇങ്ങനെ ഒരു ആരോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് പ്രൊഡക്ട്സിൽ നിന്നും തിരിച്ച് റിയാക്റ്റൻസ് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും സെറ്റല്ലേ? ഇനി എല്ലാ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ അല്ല. ചിലത് അതായത് ഇങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലുള്ള റിയാക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു പോയി, അതിൻ്റെ പേര് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ്. അതായത് റിവേഴ്സിബിളിന്റെ നേരെ വിപരീതമാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻ ഇറിവേഴ്സിബിൾ. അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഐസിന്റെ കാര്യമാണ്. ഐസ് എടുത്ത് വെളിയിൽ വെക്കുന്നു, അത് വെള്ളമാകുന്നു. ആ വെള്ളം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു, അത് ഐസാകുന്നു. ഇതൊരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വിറകെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ കത്തിക്കുക. അപ്പം എന്താവും? നമുക്ക് ചാരം കിട്ടും, ആഷ് കിട്ടും. ആ ആഷിൽ നിന്ന് എനിക്ക് തിരിച്ച് പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമോടാ? പറ്റില്ല. ആഷ് എന്ന് പറയുന്നത് ന്യൂ സബ്സ്റ്റൻസാണ്. അതിൽ ഞാൻ എന്തൊക്കെ കളിച്ചാലും അത് ചാരമാണ്, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടില്ല. അപ്പം ഇങ്ങനത്തെ റിയാക്ഷൻ, അതായത് തിരിച്ച് എനിക്ക് ആഷെടുത്ത് പുറത്ത് വെച്ചാലോ ഫ്രിഡ്ജിനകത്ത് വെച്ചാലോ ഒന്നും പോരാളിയുടെ കയ്യിൽ നിന്ന് കിഴുക്ക് കിട്ടുന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ കിട്ടാൻ പോണില്ല. അപ്പം അത് തിരിച്ച് എനിക്ക് പേപ്പർ അതിൽ നിന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതെന്താ? അങ്ങനത്തെ റിയാക്ഷൻസ്, അതായത് പ്രൊഡക്റ്റിൽ നിന്നും തിരിച്ച് എനിക്ക് ആ റിയാക്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത റിയാക്ഷനെ ഞാൻ വിളിച്ച പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അങ്ങനെ ഇതിൽ നോക്കിക്കേ, ഈ ഞാൻ കാണിച്ചേക്കണൊക്കെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. അതായത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഒക്കെ തന്നെ. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്
ഇങ്ങനെ 2 ഹാഫ് ആരോ വെച്ചിട്ടാണ്. ഇവിടെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആരോ, അതും ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിലാണ്. സോ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ ആ റിയാക്ഷൻസ് ഒക്കെ തന്നെ എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. പ്രൊഡക്റ്റിൽ നിന്നും ഒരിക്കലും റിയാക്റ്റൻസ് എനിക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടാൻ പറ്റാത്ത റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടി ചേർന്ന് NaCl, നമ്മുടെ ഉപ്പും വെള്ളവും കിട്ടുക, HOയും കിട്ടുക. അതുപോലെ തന്നെ കാർബണും, ഞാൻ കുറച്ച് മുമ്പ് പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്ത് പേപ്പർ ഒരു ഹൈഡ്രോ കാർബൺ ആണ്, അല്ലെങ്കിൽ വിറക് എന്ത് ഓർഗാനിക് മാറ്ററും ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഒരു ഹൈഡ്രോ കാർബണിനെ ഓക്സിജൻ നമുക്ക് കമ്പസ്റ്റ് ചെയ്യുക, കത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് തിരിച്ച് നമുക്ക് കാർബൺ കിട്ടില്ല. ഒരിക്കലും ഓക്സിജനും കാർബണും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ രണ്ടാമത് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്ന NaClഉം AgNO3, അതായത് നമ്മുടെ ഉപ്പും സിൽവർ നൈട്രേറ്റും ഉപ്പും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ, Ag എന്ന് പറഞ്ഞാൽ സിൽവർ, NO3 നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NaNO3, അതായത് സോഡിയം നൈട്രേറ്റും അതുപോലെ തന്നെ സിൽവർ ക്ലോറൈഡ് AgClഉം കൂടെ കിട്ടും. ഈ മൂന്നും തന്നെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. ഇത് നോക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആരോ ആണ്. കംപ്ലീറ്റ് ഒരു ആരോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതൊക്കെ തന്നെ നോക്കിക്കോ, അതെല്ലാം തന്നെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഈ തൊട്ട് മുമ്പ് കാണിച്ച നമ്മളുടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ഞാൻ എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു എക്സാമ്പിൾ ആണ്. അതായത് NH2 3H2 2NH3 3H2 2NH3 ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അതായത് തിരിച്ചു കിട്ടുന്ന റിയാക്ഷൻ ആണ് ഈ പറയുന്ന. അതായത് നമ്മുടെ ഹേബർ പ്രോസസ്സാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്സ് ഉണ്ട്. അതായത് ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ ഫോർവേഡ് റിയാക്ഷനും ഉണ്ടാവും. അപ്പോൾ ഇതിലെ ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഞാൻ ഒരു ഗ്രാഫിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഞാൻ പ്ലോട്ട് ചെയ്യാണ്. അതിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ബ്ലൂവും പച്ച വരയും ഞാൻ നീല വരയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈ ഗ്രാഫിനകത്ത് ഉള്ള ഈ നീല വര കാണിക്കുന്നത് എൻ്റെ ഫോർവേഡ് റിയാക്ഷൻ ആണ്. അതായത് NH2ഉം 3H2ഉം കൂടി ചേർന്ന് NH3 ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ പച്ച വര കാണുന്നില്ലേ, ഈ ഗ്രാഫിനകത്ത് ഈ പച്ച കളറിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, ഈ ഒരു ലൈൻ, അതായത് ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഇതിന് ലൈൻ അല്ല, ഒരു കേവ്. ആ കേവ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അത് തിരിച്ചുള്ള റിയാക്ഷൻ ആണ്. അതായത് NH3യിൽ നിന്നും നമുക്ക് NH2ഉം അതുപോലെ തന്നെ 3H2ഉം കിട്ടുന്ന ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഞാൻ ഈ പച്ച വര യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ഇവിടെ ഞാൻ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിന് X ആക്സിസും Y ആക്സിസും ഇല്ലാണ്ട് എന്ത് ഗ്രാഫാ? സോ X ആക്സിസിൽ ഞാൻ എടുത്തേക്കുന്ന റേറ്റ് ഓഫ് റിയാക്റ്റൻസ് ആണ്. അതുപോലെ Y ആക്സിസിൽ ഞാൻ എടുത്തേക്കുന്ന ടൈം ആണ്. എന്താണ്? X ആക്സിസിൽ ഞാൻ എടുത്തേക്കുന്ന റേറ്റ് ഓഫ് റിയാക്ഷനും അതുപോലെ തന്നെ Y ആക്സിസിന് ഞാൻ എടുത്തേക്കുന്നത് ടൈമും ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് നമ്മളുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ കാര്യത്തിൽ കുറഞ്ഞാണ് വരുന്നത്. അതായത് ടൈം കൂടുന്നതോടനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ്റെ കാര്യത്തിൽ കുറഞ്ഞാണ് വരുന്നത്. ഒന്നോടെ ഞാൻ എടുത്ത കാര്യം പറഞ്ഞു തരാം. ഫോർവേഡ് റിയാക്ഷൻ എന്താ? 2 റിയാക്റ്റൻസ് തമ്മിൽ കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷനിലൂടെ കാണുന്നത്. അപ്പോൾ ടൈം കൂടുന്തോറും ഈ റിയാക്റ്റൻസ് തമ്മിൽ കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുവാണ്. ഉള്ള നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൈം കൂടുന്തോറും നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ കേസിൽ അതിൻ്റെ റിയാക്റ്റൻസ് കുറഞ്ഞു വരികയും
പ്രോഡക്റ്റ് കൂടി വരികയും ചെയ്യുന്നു. അതായത് നൈട്രജനും ഹൈഡ്രജനും കുറഞ്ഞു വരികയും അമോണിയ കൂടി വരികയും ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എപ്പോഴും കുറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഞാനിപ്പോൾ 6 റെപ്രസെന്റ് ചെയ്യാം. അത് സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്തത് നമ്മുടെ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഞാൻ ഈ താഴത്തെ ഡിക്രീസ് കാണിക്കാൻ വേണ്ടി താഴത്തേക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് എഴുതി വെക്കല്ലേ നിങ്ങൾ. കാരണം വേണമെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടോ. പക്ഷെ അത് നമ്മുടെ ഹൈ സിലബസ് ആണ്, +2 ആണ്, നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് തന്നെ എഴുതണം. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. വേണ്ട, നിങ്ങളെ ചിലപ്പോൾ അങ്ങനെ തന്നെ പഠിക്കും. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് എഴുതിക്കോളാം നല്ല കുട്ടിയായിട്ട്. കോൺസെൻട്രേഷൻ ഞാൻ ചുരുക്കണ്ട് CO എന്ന് എഴുതുന്നുള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസ് ആകും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എപ്പോഴും കുറഞ്ഞു വരും. അപ്പോൾ റിയാക്ടൻസ് കുറഞ്ഞു വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഡക്ട്സ്, കാരണം ഈ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റിയാക്ടൻസ് കുറഞ്ഞു വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഫോർവേഡ് റിയാക്ഷൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടി വരും, ഇൻക്രീസ് ചെയ്യും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസ് ആകും, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ആകും. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. എനിക്കിപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് എനിക്ക് വേണ്ടത്, എല്ലാം എനിക്ക് അമോണിയായി മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിയാക്ടൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ആ റിയാക്ഷൻ എന്താകും? അത് ഫോർവേഡ് ആയിട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ ആയിട്ട് ഫോം ചെയ്യും. സോ കോൺസെൻട്രേഷൻ ഓഫ് നമ്മുടെ റിയാക്ടൻസ് കൂടുന്ന അനുസരിച്ച് നിങ്ങളുടെ റിയാക്ഷൻ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഞാൻ ഇതിൽ നിന്നും പ്രോഡക്റ്റായി ഫോം ചെയ്യുന്ന അമോണിയനെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നാൽ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മുടെ അമോണിയനെ എടുത്ത് ഞാൻ മാറ്റിക്കൊണ്ടിരുന്നാൽ, അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ, ഡിക്രീസ് ആയിക്കഴിഞ്ഞാൽ അതെന്താവും? അതും ഫോർവേഡ് റിയാക്ഷൻ മുന്നോട്ടാക്കും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എനിക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കുറയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ അളവ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ഒന്നെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ അളവ് ഞാൻ പ്രോഡക്റ്റിന് എടുത്ത് മാറ്റണം. അതായത് നിങ്ങൾക്കൊരു റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ 2 റിയാക്ടൻസ് കൂടിയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ കേസിൽ എനിക്ക് ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അതിൽ ഞാൻ റിയാക്ടൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അത് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ റിയാക്ഷൻ നടക്കുന്തോറും. സോ ഫോർവേഡ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ റിയാക്ടൻസിൻ്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ ഞാൻ ഈ കിട്ടിയ പ്രോഡക്റ്റിൻ്റെ അളവ് കുറയ്ക്കണം. എന്നാലാണ് ആ ഫോർവേഡ് റിയാക്ഷൻ നടക്കുള്ളൂ. അത് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസ് പറയാം. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് നമ്മളുടെ തിരിച്ചുള്ള അമോണിയയിൽ നിന്നും നമുക്ക് നൈട്രജനും ഹൈഡ്രജനും കിട്ടുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോർവേഡിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ബാക്ക്വേർഡിൻ്റെ കേസ് ആണെങ്കിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ, അതായത് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഇൻക്രീസ് ആവുകയും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോർവേഡ് റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. അതായത് ഞാൻ പറഞ്ഞു റിയാക്ടൻസ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് വേണ്ടത്. അതായത് എനിക്ക് അമോണിയയിൽ നിന്നും ഹൈഡ്രജനും നൈട്രജനും എനിക്ക് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് എനിക്ക് ആ പ്രൊഡക്റ്റ് കൂട്ടിക്കൊടുത്താൽ മതി. അവിടെ റിയാക്ടൻസ് ആണ് കൂട്ടിയെങ്കിൽ ഇവിടെ എനിക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസിൽ പ്രോഡക്ട്സിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ അതെനിക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ തരും. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൻ്റെ ഉൾട്ട എടുത്താൽ മതി, അതായത് തിരിച്ചെടുത്താൽ മതി, റിവേഴ്സ് എടുത്താൽ മതി, നിങ്ങൾക്ക് ബാക്ക്വേർഡ് റിയാക്ഷനും കിട്ടും. ഇതാണ് ഈ ഗ്രാഫിനകത്ത് മെയിനായിട്ട് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എക്സ്പ്രസ് ചെയ്യുന്ന ഗ്രാഫാണ് ഇത്. ആൻഡ് ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് വലുതാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർവേഡ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു റിയാക്ടൻസിന്റെ അളവ് കുറഞ്ഞു വന്നിട്ട് വരുന്നതാണ് ഈ കാണിച്ചേക്കുന്ന ബ്ലൂ ലൈൻ. അതുപോലെ തന്നെ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്
റിയാക്റ്റൻസിൻ്റെ അളവ് കൂടി വരുന്നതാണ് ഈ ബ്ലൂ ലൈൻ. കാരണം ഇവിടെ റിയാക്റ്റൻസ് ഉണ്ടായിക്കൊണ്ട്, അതായത് പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് ആദ്യം കിട്ടിയ ആ പ്രൊഡക്റ്റിൽ നിന്നും ഡീകമ്പോസിഷൻ നടന്നത് സ്പ്ലിറ്റ് ആയിട്ട് അതിൽ നിന്നും റിയാക്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയാക്റ്റൻസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻസിൻ്റെ അളവ് കൂടി വന്നു. ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈമിലെത്തുമ്പോൾ ഇവരുടെ 2 പേരുടെയും അളവ് സെയിം ആകും. അതായത് റേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, സ്പീഡ് സെയിം ആവും. ഫോർവേഡ് റിയാക്ഷൻ ആദ്യം റിയാക്റ്റൻസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ റിയാക്റ്റൻസിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസിലാണെങ്കിൽ പ്രൊഡക്റ്റാണ് അവിടെ റിയാക്റ്റൻസ്, അതുകൊണ്ട് അതിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പീഡ് ഒന്നിൻ്റെ കുറഞ്ഞും വരുന്നു, ഒന്നിൻ്റെ കൂടിയും വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഈ 2 പേരുടെയും റേറ്റ് ഈക്വൽ ആവും. ആ പോയിന്റിനെയാണ് ഞാൻ ഈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. ആൻഡ് ഈ ഒരു പോയിന്റിനെ, അതായത് ദ പോയിന്റ് വേർ the backward reaction and the forward reaction, rate of backward reaction and forward reaction comes equal ആവുന്ന ഈ ഒരു പോയിന്റിൽ, ആ ഒരു പോയിന്റിനെയാണ് ഞാൻ ഇക്വിലിബ്രിയം എന്ന് വിളിച്ചത്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് വിളിച്ചത്? ക്ലിയർ ആണോ മക്കളെ? ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കാണാനുള്ളത്. ഇക്വിലിബ്രിയം എന്താണ്? അപ്പോൾ നമ്മൾ ഈ സെഷനിലൂടെ കണ്ടത് നിങ്ങൾക്ക് ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ള രണ്ട് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും അതിൻ്റെ എക്സാമ്പിൾ, അതിൽ നിന്ന് എങ്ങനെയാണ് ഇവ 2 എഴുതണേന്ന് പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ കുഞ്ഞു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് കുറച്ച് ഈ ഇക്വിലിബ്രിയം വെച്ചുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതും കാര്യങ്ങളും, പിന്നെ ഒരു സസ്പെൻസ് പോലെ ഒരു ലോയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ് മക്കളെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. താങ്ക്